എന്താവും അവസ്ഥയെന്നൊന്നും അറിയത്തില്ല. അപ്പം ടെസ്റ്റിനുള്ള പേപ്പർ അതാ നമ്മുടെ സാറ് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ ഏകദേശം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ലൈസൻസ് എടുക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ലൈസൻസ് ഇല്ലാതാണ് എത്ര നാൾ വണ്ടി ഓടിച്ചത്. പക്ഷേ കാറിന് ലൈസൻസ് ഉണ്ട്, നമ്മുടെ സീറോ ഓടിക്കാൻ ഉള്ള ലൈസൻസ് നമുക്കില്ല. അപ്പം കുറേ പേര് പറയും ചേട്ടാ, കുറേ പേര് എന്നോട് ചോദിക്കാറില്ല ചേട്ടൻ എന്താ ബസ് ഓടിക്കുന്ന വീഡിയോ ഒന്നും ഇടാത്തത്, അല്ലെങ്കിൽ ബസ് ഓടിക്കുന്ന വീഡിയോ ഒന്നും കണ്ടിട്ടില്ലല്ലോ. സ്റ്റോറിയിൽ എന്തോ ഒരു പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്, ബസ് ഓടിക്കാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല. അപ്പം കുറേ നാളായിട്ട് എടുക്കണം വണ്ടി വന്നിട്ട് ഇപ്പോൾ 2 വർഷം ആവാറാവുന്നു. പുത്തൻ വണ്ടി വന്നിട്ട് ഇപ്പോൾ 1 വർഷം ആവാറാവുന്നു. എന്നിട്ട് പോലും എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും കിട്ടാറില്ലായിരുന്നു. പക്ഷെ ഈയിടെയായിട്ട് ഭയങ്കര ആഗ്രഹം, ഇനിയിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുന്ന വലിയ ട്രിപ്പൊക്കെ പോകുമ്പോൾ അവരുടെ കൂടെ കയറി പോകണം. ഇതുവരെ സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു ട്രിപ്പ് പോലും ഞാൻ വണ്ടിയിൽ പോയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ അവിടെ ഓടണം എന്നുണ്ടെങ്കിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു വണ്ടി പ്രസ്ഥാനത്തിൻ്റെ കാര്യം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമല്ലോ. നമുക്കൊരു ബാക്കപ്പും കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ എപ്പോഴും നമ്മുടെ ഷോപ്പ് കാര്യങ്ങൾ, അതിൻ്റെ പുറകെ ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വിഷ്ണു ഒരു സൈഡിൽ കൂടെ സീറോ, അല്ലെങ്കിൽ ചേട്ടനും വിഷ്ണു എല്ലാവരും കൂടെ ആ ഒരു സൈഡിൽ കൂടെ സീറോയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് പോകേണ്ട ആവശ്യം അങ്ങനെ ഇല്ല. ഞാൻ അതിൻ്റെ ഓട്ടം പോകാനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇടയ്ക്കൊക്കെ ആഗ്രഹം തോന്നാറുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളും, ഈ കടയുടെ കാര്യങ്ങളും, ഓട്ടവും ഫ്രാഞ്ചൈസിയും അതും ഇതും എല്ലാം ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിൽ പോകാൻ സമയം കിട്ടുന്നില്ല. പക്ഷെ ഈ സീസൺ തൊട്ട് ഇടയ്ക്കെങ്കിലും വണ്ടിയുടെ കൂടെ പോകണം, ഇല്ലെന്നുണ്ടെങ്കിൽ മാസത്തിൽ 1-2 ട്രിപ്പെങ്കിലും വണ്ടിയുടെ കൂടെ പോകണമെന്നുള്ളൊരാഗ്രഹം. അപ്പോൾ വണ്ടിയുടെ കൂടെ പോകുമ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കണ്ടേ. അപ്പം നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിലല്ലേ വണ്ടി ഓടിക്കാൻ പറ്റൂ. അപ്പോൾ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നലെ ഓൾറെഡി ഞാൻ റോഡ് ടെസ്റ്റിനൊക്കെ പോയിട്ടുണ്ട്. റോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ആഡ് ചെയ്യാം. അത് കണ്ടു വരുമ്പോഴത്തേക്കിനും ഞാൻ നേരെ കോട്ടയത്ത് നമ്മുടെ ബ്ലസ്സിൽ നിന്നാണ് ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് എടുക്കുന്നത്. ഇപ്പോൾ അവരുടെ ഓഫീസിലേക്ക് പോയിട്ട് അവിടെ പോയൊരു പേപ്പർ വാങ്ങിക്കണം. അത് കഴിഞ്ഞ് അവരുടെ ഗ്രൗണ്ടിലേക്ക് തന്നെ പോകണം ടെസ്റ്റിൻ്റെ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. പിന്നെ അവിടെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് ആൾക്കാർ കൂടുമ്പോഴത്തേക്കിനും വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുവരെ അങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി അവരെന്ത് വിചാരിക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഓർത്ത് കുറേ ചമ്പലും പരിപാടികളൊക്കെയാണ്. അപ്പം ഇതുപോലൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ആൾക്കാരുള്ളപ്പോൾ തന്നെ ഞാൻ സൈലൻ്റ് ആവും. അത് എന്താണെന്ന് എനിക്കറിയില്ല, ശീലമായി വരുമായിരിക്കും. അപ്പോൾ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതും എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളും ഹെവി ലൈസൻസ് എടുക്കാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഹെവി ലൈസൻസ് എടുക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും നിങ്ങൾ പോയി പ്രാക്ടീസ് ഒന്ന് കണ്ടിട്ട് വാ. അപ്പോഴത്തേക്കിനും ഞാൻ പോയി പേപ്പർ വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ എൻ്റെ കയ്യിൽ വണ്ടി കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി പോലെ ക്യാബിനൊന്നുമില്ല. ഡീസൽ അടിക്കാൻ വേണ്ടി കയറിയതാണ്. ഞാൻ ഇതിൽ ഓടിക്കാൻ തുടങ്ങിയില്ല, ഇനി എന്താവും എന്നറിയില്ല. ഇവരൊക്കെ കുറച്ച് ടാസ്ക് ആയിരുന്നു. എന്താവും നോക്കാം.
ബ്ലസ്സിയുടെ ഓഫീസ് വരുന്നത് ഇത് നാമ്പടത്താണ്. ഇവിടെ വന്നിട്ട് നമുക്ക് പേപ്പറൊക്കെ വാങ്ങിക്കണം. അങ്ങനെ നമ്മുടെ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ടെസ്റ്റിനുള്ള പേപ്പർ. ഇനിയിപ്പോൾ ഇതും കൊണ്ടാണ് നമ്മൾ ടെസ്റ്റിന് പോകാൻ പോകുന്നത്. ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനി ടെസ്റ്റ് അല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം കിട്ടുമോ എന്നുള്ളതാണ് അറിയാത്തത്. ടെസ്റ്റൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം നിൻ്റെ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പോകാമെന്ന് പറയും. അതുകൊണ്ട് ഇതിനി അവിടെ എവിടെയെങ്കിലും കൊണ്ട് മാറ്റിയിട്ടിട്ട് നമുക്ക് ടെസ്റ്റിന് പോവാം. വീടി മാമന്മാരുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി നേരെ ഇവിടുന്ന് നമുക്ക് ഇതിപ്പോൾ ബ്ലസ്സിയുടെ ഓഫീസാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ അവരുടെ പ്രാക്ടീസ് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് വേണം നമ്മൾ പോകാൻ. അപ്പം ഹെവി ലൈസൻസ് എടുക്കേണ്ടവർ ഇല്ലെന്നുണ്ടെങ്കിൽ ലൈസൻസ് എടുക്കേണ്ട ആൾക്കാരുടെ ഇപ്പം ഓൾറെഡി ലൈസൻസ് ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം എത്ര വർഷമായി? കുറച്ചേറെ വർഷങ്ങളായി. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ലൈസൻസ് എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഇവിടെ ബ്ലസ്സിയുടെ ഓഫീസ്, നമ്മളിവിടെ കോട്ടയത്ത് അത്യാവശ്യം നല്ലൊരു രീതിയിൽ ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നൊരു ടീമാണ് ബ്ലസ്സി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ഫസ്റ്റ് നമ്മൾ പോയി എന്തൊക്കെയാണ് ലൈസൻസിൻ്റെ കാര്യങ്ങളെന്ന് ചോദിച്ചു. അപ്പോൾ അവർ എത്ര ഫോട്ടോ, ഒരു 5 ഫോട്ടോ, പിന്നെ ഒരു ഫോം തന്നു. ഇതേപോലെ ഫോം. ഈ ഫോമിൻ്റെ അകത്ത് കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഫോമൊക്കെ തന്നു, അതെല്ലാം സൈൻ ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഫീസ് കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ഒരു ദിവസം വിളിക്കും, അന്ന് ലേണേഴ്സിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അത് പോയി അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ലേണേഴ്സിൻ്റെ ഒരാഴ്ചയൊക്കെ ആയപ്പോഴത്തേനും ലേണേഴ്സിൻ്റെ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ബുക്കൊക്കെ തന്നു വിട്ടു. നമ്മളതൊക്കെ പഠിച്ചിട്ട് പോയിട്ട് ടെസ്റ്റ് എഴുതുക. ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ മെയിൻ ടെസ്റ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബുക്ക് തന്നിട്ട് അതെല്ലാം വായിച്ച് പഠിച്ചിട്ട് വേണം പോകാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റിൻ്റെ സമയമായപ്പോഴത്തേക്കിന് നമ്മളെ വിളിച്ചു. ലേണേഴ്സിൻ്റെ ടെസ്റ്റിൻ്റെ സമയമായപ്പോഴത്തേക്കും നമ്മളെ വിളിച്ചു. അത് നമ്മൾ നേരെ നമ്മുടെ കോട്ടയത്ത് കളക്ടറേറ്റിലാണ് നമ്മൾ ടെസ്റ്റിന് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നു. കളക്ടറേറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. ഭയങ്കര ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. എനിക്ക് ടെസ്റ്റ് എഴുതാൻ കിട്ടുന്നത് തന്നെ 5:30 ആയപ്പോഴത്തേക്കിന് അതേപോലെ തിരക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇത്രയും ആൾക്കാരൊക്കെ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടെന്നുള്ളത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ലൈസൻസ് ഇല്ലാതെ നമ്മുടെ കേരളത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും അത്ര തിരക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു 5:30 ആയപ്പോഴത്തേക്കിന് ഞാൻ ടെസ്റ്റിന് കയറി. ഇപ്പോൾ ടെൻഷനാണ്, നമുക്ക് എന്തൊക്കെ വണ്ടിയെ പറ്റി അറിയാം, എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംഭവമാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ടെസ്റ്റിന് കയറിയപ്പോൾ എന്നേക്കാളും മുന്നേ ഇറങ്ങി 2 ചേട്ടന്മാർക്കൊന്നും കിട്ടിയില്ല. 13 ക്വസ്റ്റ്യൻ നമ്മൾ ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം എത്ര 30 ക്വസ്റ്റ്യൻ എന്തോ ആണ് വരിക. അതിൽ 13 15 ക്വസ്റ്റ്യൻ നമ്മൾ ശരി ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവും. അപ്പം അങ്ങനെയാണ് ഈ ലേണേഴ്സിൻ്റെ. അപ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ അതുവഴി നമ്മൾ പോകുമ്പോൾ എത്ര കിലോമീറ്റർ വേഗതയിൽ പോകണം, പിന്നെ ഓരോരോ സയൻസ് കാണിച്ചിട്ട് അത് എത്ര എന്തിനു വേണ്ടിയിട്ടാണ് ആ സയൻസ് കാണുമ്പോൾ വണ്ടി നിർത്തണം, അതോ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കുറേ നമ്മൾ ഈ നോർമൽ ചോദ്യങ്ങളല്ലാതെ എന്താ പറയാ നമ്മളിങ്ങനെ വട്ടം കറക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അപ്പൂപ്പൻ തന്ന അവിടെ നമ്മുടെ ബ്ലസ്സിലൊരു അപ്പൂപ്പൻ ഇരിക്കുന്നത്. അപ്പോൾ അപ്പൂപ്പൻ തന്ന ബുക്കിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു. പിന്നെ നമ്മുടെ ഓൺലൈനിൽ നമുക്ക് ഈ പരിവാഹൻ്റെ ഒരു സൈറ്റിൽ നമ്മുടെ ലേണേഴ്സ് ഡെമോ പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ സൈറ്റിൽ കയറി അത്രയും നേരം പോസ്റ്റ് അടിച്ചിരുന്നപ്പോഴത്തേന് ചുമ്മാ കയറി നമ്മൾ ചെയ്ത് നോക്കിയപ്പോഴത്തേന് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്തൊക്കെ ചോദ്യങ്ങളാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കയറി അങ്ങ് തകർത്തു. അങ്ങനെ നമുക്ക് ലേണേഴ്സ് ടെസ്റ്റ് നമ്മൾ പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഈ പേപ്പർ കൊണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം ബ്ലസ്സിയുടെ ഓഫീസിൽ. അങ്ങനെ നമ്മൾ കൊണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് പറഞ്ഞു ഇതേപോലെ 2 പ്രാവശ്യം എന്തോ നിങ്ങൾക്ക് 2 3 പ്രാവശ്യം എന്തോ പ്രാക്ടീസ് തരും. അപ്പോൾ ആ പ്രാക്ടീസിന് വന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റിന്റെ ഡേറ്റ് പറയാം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പ്രാക്ടീസ്. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ച എന്താണ് പ്രാക്ടീസ് വരുന്നത്.
അപ്പോൾ ഈ ചൊവ്വാഴ്ച ഒരു ചൊവ്വാഴ്ച വിളിച്ചപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. രണ്ടാമത്തെ ചൊവ്വാഴ്ച വിളിച്ചപ്പോഴത്തേക്കിന് ഞാൻ വേറെന്തോ കാര്യങ്ങളായിട്ട് ഓട്ടത്തിലായിരുന്നു. നമ്മുടെ കൊല്ലത്തെ ഷോറൂമും പാലക്കാട് ഷോറൂമിൻ്റെ എല്ലാം പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഓട്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും വിളിച്ചപ്പോഴത്തേന് പിന്നെ പോയില്ലെന്നുണ്ടെങ്കിൽ ഇനിയും പോയില്ലെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ക്യാൻസൽ ആവുമെന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തിയപ്പോഴത്തേക്കിന് പിന്നെ പോകേണ്ടി വന്നു. അങ്ങനെ ഇന്നലത്തെ വീഡിയോ കണ്ട് കാണുമായിരിക്കുമല്ലോ, ടെസ്റ്റിൻ്റെ പ്രാക്ടീസിന് പോകുന്നത്. അങ്ങനെ പോയി ഇന്നലെ പ്രാക്ടീസിനൊക്കെ പോയി. ഒരു ദിവസത്തെ പ്രാക്ടീസ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ 1, 2, 3 പ്രാവശ്യം ഒന്നും പ്രാക്ടീസ് എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ആകെ ഒറ്റ പ്രാവശ്യമേ പ്രാക്ടീസ് എടുക്കാൻ പറ്റുള്ളൂ. അത് സമയത്തിൻ്റെ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ പ്രാക്ടീസ് നമ്മൾ ഓൾറെഡി വണ്ടി ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രാക്ടീസിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി പോലെ അല്ല ആ വണ്ടി. അതായത് ആ വണ്ടി നിങ്ങൾ വീഡിയോയ്ക്കകത്ത് കണ്ടപ്പം മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. പഴയ ജാംബുവാൻ്റെ മോഡൽ വണ്ടി. ജാംബുവാൻ്റെ അത്രയ്ക്ക് പഴയതൊന്നും അല്ല കേട്ടോ, എന്നാലും പഴയ ഒരു വണ്ടി. നമ്മുടെ ഒരു പുത്തൻ വണ്ടി ഓടിക്കുന്നത്, ഞാൻ ആദ്യം ഓടിക്കുന്നത് നമ്മുടെ വേഗയാണ് ബസ് ഓടിക്കുന്നത്. അപ്പം ഇല്ലെങ്കിൽ BS6-ൻ്റെ ആ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും മറ്റേ വണ്ടി ഓടിക്കാൻ നിൽക്കരുത്. എൻ്റെ പൊന്നെ, ഗിയറൊക്കെ വീഴുന്ന ഇടയ്ക്ക് 2 കൈ കൊണ്ട് വലിച്ചൊക്കെ ഇടണം. പക്ഷെ ഓടിക്കാൻ തുടങ്ങിയാൽ കുഴപ്പമില്ല. ടീ എടുക്കുന്ന സമയത്താണ് കുറച്ച് പ്രശ്നം ഗിയർ വീഴാൻ. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അങ്ങനെ ആ വണ്ടിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മളെ അറിയാവുന്ന 2 ചേട്ടന്മാരുണ്ടായിരുന്നു. പിന്നെ അവരുമായിട്ടൊക്കെ സംസാരിച്ച് അവരുമായിട്ടൊക്കെ കമ്പനി കൂടി. അവർക്കും ഒരു ട്രാവലറൊക്കെ ഉള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ ഇടയ്ക്കൊക്കെ ഓട്ടത്തിനൊക്കെ വിളിക്കുന്ന ചേട്ടന്മാരാണ്. അപ്പം അവരുടെ കൂടെയൊക്കെ സംസാരിച്ച് പിന്നെ അവരുടെ കൂടെ തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാക്ടീസിന് റോഡ് ടെസ്റ്റിന് പോയി. എനിക്ക് ആദ്യം ആശാനാണെങ്കിൽ ഓരോരുത്തരെയൊക്കെ വഴക്ക് പറയുന്നത് കേൾക്കുമ്പോൾ ചെറിയ ടെൻഷനും ഉണ്ട്. അങ്ങനെ എൻ്റെ ഊഴെത്തി. അപ്പം ഞാൻ വലിയ കുഴപ്പമില്ലാതെ ഓടിച്ചു. വലിയ കുഴപ്പങ്ങളില്ലാതെ ആശാന്റെ വഴക്കൊന്നും കിട്ടാതെ ഓടിച്ചു. അങ്ങനെ ഓടിച്ചു ഇവിടെ കൊണ്ട് ഗ്രൗണ്ടിലിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് പിന്നെ ടീ എടുക്കാൻ വേണ്ടി വണ്ടി തന്നു. അങ്ങനെ ടീ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ആശാൻ പറഞ്ഞു തന്നു. അങ്ങനെ ടീയും എടുത്തു. ഇനി ചെല്ലുമ്പോൾ അറിയാം എന്താവും എന്നുള്ളത്. ഇനി ലൈസൻസ് കിട്ടുമോ ഇല്ലയോ, ഇനി അവിടെ വെച്ച് എന്തെങ്കിലും പാളിച്ചകൾ പറ്റിക്കഴിഞ്ഞാൽ കമ്പിയെ തട്ടിയാൽ പോയി. അപ്പോൾ ഇനി ചെന്ന് കഴിയുമ്പോൾ അറിയാം കമ്പിയെ തട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ഈ ഓവർ കോൺഫിഡൻസും ഒരു പ്രശ്നമാണല്ലോ. ഇന്നലെ ഞാൻ അതേപോലെ ഒരു ചേട്ടനെ ഞാൻ കണ്ടിരുന്നു. നമ്മുടെ ചേട്ടന്മാരും പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ വന്നപ്പോഴത്തേക്കിന്, അതായത് നമ്മുടെ പ്രാക്ടീസിന് നിൽക്കുന്ന ഓരോ ചേട്ടന്മാരൊക്കെ ചിലപ്പോൾ ഈ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നതുകൊണ്ടൊക്കെ ചെറിയ ഇത് വരുമല്ലോ, ടെൻഷൻ കാരണവും. ഇത്ര വലിയ വണ്ടിയാണ്, ഇതൊക്കെ സിമ്പിൾ അല്ലേ, ഇതൊക്കെ ചുമ്മാ വണ്ടി കയറി അങ്ങ് റിവേഴ്സ് എടുക്കുക, ഇതൊക്കെ നമ്മൾ എത്ര നാളായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ വണ്ടി എടുത്തപ്പോഴത്തേക്കിന് പുള്ളിയുടെ കയ്യിൽ നിന്ന് വണ്ടി പോയി. അപ്പം ഓവർ കോൺഫിഡൻസ് ആയിട്ടൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താവും അവസ്ഥയെന്നൊന്നും അറിയത്തില്ല. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ചെന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ചെന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ മടിയായിരിക്കും. എന്നാലും ഞാൻ നോക്കാം വീഡിയോ എടുക്കാൻ പറ്റുന്നതൊക്കെ. നമ്മുടെ MVD സാർമാരുടെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇത് കഴിഞ്ഞ് നേരെ എനിക്ക് RT ഓഫീസിൽ പോകണം. നമ്മുടെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് സീറോയുടെ, MVD ഓഫീസിൽ പോകണം. അപ്പം അതിനി എന്താവും എന്നുള്ളത് അതും പോയി നോക്കണം. നമുക്കൊരു കേസ് ഉണ്ടായിരുന്നു, കോടതി സ്വമേധയാൽ കേസെടുത്ത ഒരു കേസ് നമ്മുടെ ബസ്സിൻ്റെ പേരിലുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ ലൈസൻസ് എടുക്കാനായിട്ടുള്ള റീസൺ. അതായത് ഞാൻ ക്യാബിൻ്റെ അകത്തിരുന്ന് വീഡിയോ ഏതോ പയ്യന്മാർ വന്ന് വണ്ടി കാണാൻ എന്തോ വന്നതാണ്. അവർ ദൈവം സഹായിച്ചത് വണ്ടി വഴിയിൽ ഓടിയിട്ടുമില്ല. നമ്മുടെ കടയ്ക്കകത്ത് തന്നെ, അതായത് നമ്മുടെ ഗ്യാരേജിൽ തന്നെ വണ്ടി കിടക്കുമായിരുന്നു. ആ സമയത്ത് കുറച്ച് പയ്യന്മാരൊക്കെ വന്നു, ചേട്ടാ പാട്ടൊക്കെ ഇട്ട് തരുമോ, വീഡിയോ ഒക്കെ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. പാട്ടും ലൈറ്റെല്ലാം ഇട്ട് കൊടുത്തു. ഈ പയ്യന്മാരെന്ത് ചെയ്തു, നേരെ ഇതെടുത്തങ്ങ് യൂട്യൂബിലിട്ട് അത് കോടതിക്ക് എങ്ങനെയോ ഈ സാധനം ആരോ അയച്ചു കൊടുത്തു. അങ്ങനെ കോടതി സ്വമേധയാ കേസെടുത്ത് അതിൻ്റെ കുറച്ച് വള്ളികളും കാര്യങ്ങളും ഒക്കെ നടന്നു. വണ്ടി ഞാൻ അതിൻ്റെ റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വണ്ടി ഫുള്ള് നമ്മൾ അഴിച്ചിട്ടൊക്കെ കൊണ്ട് MVDനെ ഹാജരാക്കി. എല്ലാ സാധനങ്ങളും ഫുള്ള് അഴിച്ച് നമ്മൾ വണ്ടി കൊണ്ട് ഹാജരാക്കി. അത് കഴിഞ്ഞ് അതിൻ്റെ എന്തോ പേപ്പർ ഇപ്പം ഇന്നലെ വന്നിട്ടുണ്ട്, കോടതി എന്നുള്ള പേപ്പർ. അപ്പോൾ ഇനി അത് ഞാൻ ഇനിയും അവിടെ പോയി MVD ഓഫീസിൽ RT ഓഫീസിൽ പോയി ഹാജരാകണമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതെന്താവും എന്നറിയില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അതിന് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട്. ഇവിടെയാണ് ടെസ്റ്റ് നടക്കുന്നത്. ഇവിടെ ആയിരുന്നല്ലോ. അതാണ് ആ വണ്ടി കിടക്കുന്നത്.
ടീ ടെസ്റ്റൊക്കെ പാസ്സായിട്ടുണ്ട്. ഇനി റോഡ് ടെസ്റ്റിന് വേണ്ടി പോവാണ്. ആ ചേട്ടന്മാരെല്ലാം വണ്ടി കയറുന്നുണ്ട്. ഇപ്പോൾ സാറ് ഫുഡ് കഴിക്കാൻ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരെ വണ്ടിയായിട്ട് റോഡ് ടെസ്റ്റിന് വേണ്ടി പോവാണ്. ഇനി റോഡ് ടെസ്റ്റോടെ നമ്മൾ പാസ്സായാൽ ഹെവി ലൈസൻസ് നമുക്ക് കിട്ടി. അപ്പം എന്തായാലും പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ടെസ്റ്റ് പാസ്സായി. എന്തൊക്കെ വണ്ടി ഓടിക്കാൻ അറിയുന്നവനാന്ന് പറഞ്ഞാലും ഈ സാധനത്തെ കയറുമ്പോൾ ഉള്ളൊരു ടെൻഷനുണ്ട്. ഗിയർ വീഴുവോ, എന്തെങ്കിലുമൊക്കെ പറ്റുമോ, അതാണ് ഇതാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നു പോവോ. അയ്യോ, എന്തായാലും ഫൈനലി നമുക്ക് ലൈസൻസ് കിട്ടി ഗൈസ്. ഇനി നമ്മൾ തകർക്കും. ഇനി സീറോ എക്സ്പെക്ടേഷൻസിന്റെ പേജിൽ എന്താ വണ്ടി ഓടിക്കാത്ത വീഡിയോ എന്താ ഇടാത്തേന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇനി നമ്മൾ എന്തായാലും വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ധൈര്യത്തിലിടാം. ഇനിയിപ്പോൾ ആരും പേടിക്കാൻ കാര്യമില്ല. ഒന്ന് മെയിനായിട്ട് നമുക്ക് ഈ പറഞ്ഞ എന്താ പറയുക, കുറച്ച് ഒറ്റലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാളായിട്ടും വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാഞ്ഞ്, വണ്ടി ഓടിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാഞ്ഞ്. അപ്പം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ലൈസൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് വീഡിയോ എടുക്കുന്ന കുറച്ച് ടാസ്ക് ആയിരുന്നു. അതുകൊണ്ടാണ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റാഞ്ഞത്. എന്ന് വെച്ചാൽ ലീഗലി ഉള്ള പ്രശ്നങ്ങൾ, പിന്നെ ആശാൻ പറഞ്ഞ അവിടെ വെച്ച് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ ആൾക്കാരുള്ളത് കൊണ്ടും ഒക്കെ ഞാൻ പിന്നെ എടുത്തില്ല. പിന്നെ 2-3 ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇതായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ ഇനിയിപ്പോൾ MVD ഓഫീസിൽ പോകണം. MVD ഓഫീസിൽ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതുകൂടാതെ തന്നെ നമ്മുടെ വണ്ടിക്ക് AC ഇതുവരെ വെച്ചില്ലായിരുന്നു. അപ്പോൾ ACയും കൂടെ വെക്കണം നമുക്ക്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ AC വെക്കാനും നമ്മൾ സീറോയും കൊണ്ട് പോകും. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും ഇല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉടനെ നമുക്ക് ചെയ്യാം. അപ്പം ബൈ. ഫൈനലി അങ്ങനെ നമുക്ക് ലൈസൻസ് ഒക്കെ കിട്ടി സെറ്റായി. ഇനിയിപ്പോൾ ഹെവിയുടെ ലൈസൻസ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവില്ല. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോസും കാര്യങ്ങളെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. ഇതുവരെ വീഡിയോസ് എന്താ ഇടാത്തേ ചേട്ടാന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഇനി നമ്മൾ എന്തായാലും വണ്ടി ഓടിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇനി ട്രിപ്പ് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ വിഷുവിൻ്റെ കൂടെയൊക്കെ ട്രിപ്പ് പോകാനും നോക്കാം. വേറൊന്നുമല്ല, ഇതേപോലുള്ള ഷോപ്പിൻ്റെ കാര്യങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ട്രിപ്പൊന്നും ഇടയ്ക്കാണെങ്കിലും പോകാൻ പറ്റാത്തത്. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് അതിലും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ടെസ്റ്റിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ ഓൾറെഡി. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരുപാട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ആശാൻ പറഞ്ഞിങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ ആൾക്കാരായിരുന്നു. പിന്നെ എനിക്കൊരു മടിയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 2-3 ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ 2 ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് വേറൊരു ഡ്രൈവിംഗ് സ്കൂളിൽ അവരുടെ ടീ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. ടീ എടുക്കാൻ വേണ്ടി എല്ലാവരും കഴിഞ്ഞു. അതിനകത്ത് 2 ചേട്ടന്മാർക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ നേരെ അവരുടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലെ ചേട്ടന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നും നമ്മളെ പരിചയമുള്ള 2-3 ചേട്ടന്മാർ കൂടെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ കമ്പനിയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രണ്ടിലൊരു 16 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ 16 ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാതെ പഠിച്ച് നമ്മുടെ സാർമാരെ കേൾപ്പിക്കണം. അതായത് അവർ ചോദിക്കും ഒരു വണ്ടിയിൽ കയറുമ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, വണ്ടിയെ കയറി കഴിഞ്ഞാൽ, അതായത് വണ്ടിയെ കയറുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, വണ്ടിയെ കയറി കഴിയുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. വണ്ടിയിൽ കയറുന്നതിന് മുന്നേ നമ്മൾ ടയർ ചെക്ക് ചെയ്യണം, വീൽ നെറ്റ് എല്ലാം പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ സസ്പെൻഷന്, ഷോക്ക് അബ്സർ, പിന്നെ നമ്മുടെ കൂളൻ്റ്, അതേപോലെ തന്നെ ഫാൻ ബെൽറ്റ്, ഇതൊക്കെ പ്രോപ്പറാണോ എന്നെല്ലാം ചെക്ക് ചെയ്യുക. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ട് സ്റ്റിയറിങ് പ്ലേ ഓക്കെ ആണോ, ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും ഒക്കെ പെഡലിൻ്റെയൊക്കെ പ്ലേ ഓക്കെ ആണോ, പിന്നെ അതേപോലെ തന്നെ ലൈറ്റുകളെല്ലാം പ്രോപ്പറാണോ, പിന്നെ ഇലക്ട്രിക്കൽ സെക്ഷൻ മൊത്തം പ്രോപ്പറാണോ, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് പിന്നെന്താ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടോ, എമർജൻസി എക്സിസ്റ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അങ്ങനെ ഒരു 16 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമേ ടീ ടെസ്റ്റ് എടുപ്പിക്കുകയുള്ളൂ.
അത് നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടെ പോയിട്ട് പഠിച്ചിട്ട് വരാൻ പറയും. അപ്പം എനിക്ക് പിന്നെ ഫസ്റ്റ് ഇതിൽ തന്നെ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ടി ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ റോഡ് ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ടി ടെസ്റ്റിന് വന്ന സാറല്ല റോഡ് ടെസ്റ്റിന് വന്നത്. അപ്പോൾ ടി ടെസ്റ്റ് കഴിഞ്ഞ് ആള് പോയി കഴിഞ്ഞ് പിന്നെ 7:30 ആയപ്പോൾ ഞാൻ ഇറങ്ങിയതാണ്. 7:30 കഴിഞ്ഞപ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വന്നപ്പോൾ 1 മണിയായി. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ റോഡ് ടെസ്റ്റിന് പോയി. നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഈ റൂട്ടിൽ തന്നെയാണ് റോഡ് ടെസ്റ്റ് എടുത്തത്. എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് റോഡ് ടെസ്റ്റിൽ ഓരോരുത്തരെ വെച്ച് നമുക്ക് ഒരു 11:30 ആയി വന്നപ്പോഴത്തേക്കിന്. രാവിലത്തെ ടി ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്ത RTO വന്നപ്പോഴത്തേക്കിന് 11:30 ആയി. 11:30 പിന്നെ നമ്മൾ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരെയും വെച്ച് വണ്ടി ഓടിപ്പിച്ച് കഴിഞ്ഞ് അതിൻ്റെ അകത്തും എല്ലാവരും റോഡ് ടെസ്റ്റിൽ എല്ലാവരും പാസ്സായി. അത് കഴിഞ്ഞ് ഇനിയിപ്പം ലൈസൻസ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലൈസൻസിൻ്റെ വലിയൊരു കടമ്പ കഴിഞ്ഞു. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് മെനക്കെടാൻ വയ്യാഞ്ഞുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നീണ്ടുപോയത്. അപ്പോൾ എന്തായാലും ലൈസൻസ് ആയി. ഇനി നമുക്ക് ബസ്സിലിടയ്ക്ക് ട്രിപ്പ് പോകുന്ന വ്ളോഗും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇന്ന് പറ്റുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വണ്ടി AC കയറ്റാൻ കൊണ്ടുപോകും. അപ്പോൾ AC കയറ്റാൻ പോകുന്നതിൻ്റെ വീഡിയോസും ഞാൻ ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ അടുത്തൊരു പാർട്ടായിട്ടോ ചെയ്യാമെന്ന്. ഓക്കെ, ബൈ ഗൈസ്.